ഇന്ന് നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉള്ളിവട തയ്യാറാക്കി എടുത്താലോ? അതിനുവേണ്ടി ഞാനിവിടെ 3 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഉടച്ച് തിരുമ്മി എടുക്കണം. സവാള തളർന്നു പോണ പോലെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. ആദ്യം ഒന്ന് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നല്ല രീതിയിൽ തിരുമ്മി ഉടച്ചു കൊടുക്കാനായിട്ട്. സവാള ഇങ്ങനെ എടുക്കുമ്പോൾ തളർന്ന് കിടക്കുന്ന പോലെ, അതാണ് അതിൻ്റെ ഒരു പരുവം. ഇപ്പോൾ സവാള നമ്മൾ ഉടച്ച് തിരുമ്മി എടുത്തിട്ടുണ്ട്. എത്രത്തോളം മാക്സിമം തിരുമ്മി എടുക്കാവോ അതേപോലെ തിരുമ്മി ഒന്ന് എടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതേപോലെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പില, കുറച്ച് അരിപ്പൊടി, ഒരല്പം കടലമാവാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. സാധാരണ മൈദയാണ് ഇതിന് ചേർത്ത് കൊടുക്കുന്നത്, ഞാനിവിടെ കടലമാവാണ് എടുത്തേക്കുന്നത്. ഇനി കുറച്ച് മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്, കാശ്മീരി മുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം, ജീരകം, ഒരല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. സവാളയുടെ നനവ് മാത്രം ഉപയോഗിച്ച് വേണം ഇത് തിരുമ്മി എടുക്കാനായിട്ട്. വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒന്ന് തിരുമ്മി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരല്പം കൂടി പൊടി ചേർത്ത് കൊടുക്കാനുള്ള വെള്ളം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഒരല്പം കൂടി നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ പാകം ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ആയി വരണം പാകം. നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പശപ്പ് പോലെ നമ്മളിങ്ങനെ ഒട്ടി നിൽക്കണം. അതേപോലെ നമ്മൾ പൊടി ചേർത്ത് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വച്ചിട്ട് നമ്മളിത് ഞെക്കി ഉരുട്ടിയെടുക്കാൻ പാടില്ല. പതുക്കെ ഒന്ന് ഇതേപോലെ പിടിച്ച് എടുക്കാനേ പാടുള്ളൂ. എന്നാൽ മാത്രം, അല്ലെങ്കിൽ ഞെക്കിയെടുത്താൽ സവാള ഇങ്ങനെ പതിഞ്ഞു പോവും. അപ്പം മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ ഉള്ളിലേക്ക് ഉള്ളി മൊരിയാതെ പോവും. അപ്പോൾ ഒത്തിരി ഞെക്കിയൊന്നും എടുക്കാൻ പാടില്ല. ഇപ്പോൾ സവാള വടയുടെ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശവും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഒരു മീഡിയം ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്യാൻ ഇടാനായിട്ട്, അല്ലെങ്കിൽ സവാള പുറമേ ഉള്ളത് പെട്ടെന്ന് മങ്ങിപ്പോവും. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. അടുത്തതും അതേപോലെ തന്നെ പതുക്കെ ഒന്ന് വാരി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മൈദ ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അത് ഉപയോഗിക്കാം. എനിക്ക് മൈദ കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്.